ഇന്ന് നമുക്ക് നല്ല നാടൻ രീതിയിൽ വിറകടുപ്പിലുണ്ടാക്കുന്ന അരികൊക്കെ ഇതുപോലെ വെന്തിട്ടുള്ള നല്ലൊരു നെയ്യപ്പം ഉണ്ടാക്കുന്നത് കണ്ടാലോ. അപ്പോൾ അതിനായിട്ട് തലേദിവസം തന്നെ പച്ചരി ഇതുപോലെ ഇങ്ങനെ കുതിർക്കാനായിട്ട് വെള്ളത്തിലിട്ടിട്ടുണ്ട്. ശർക്കര പാനിയാക്കി വെച്ചിട്ടുണ്ട്. തേങ്ങ ചിരവിയത് കുറച്ചധികം വേണം, അപ്പോൾ അതും തയ്യാറാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് പച്ചരി നന്നായിട്ടൊന്ന് കഴുകിയെടുത്ത് ഇതുപോലെ മിക്സിൻ്റെ വലിയ ജാറിലിട്ടിട്ട് നന്നായിട്ട് അരച്ചെടുക്കണം. കൂടെ തന്നെ നമുക്ക് കുറച്ച് ഏലക്കായും ആ ശർക്കര പാനി ചെറു ചൂടോടുകൂടി ഒഴിച്ചു കൊടുത്ത് അതും കൂടെ ഇട്ട് കൊടുക്കുക. കുറച്ച് തേങ്ങ ചിരവിയതും കൂടി ചേർത്ത് കൊടുക്കുക. ഇനി നന്നായിട്ട് ഇതിനെ അരച്ചെടുക്കണം കേട്ടോ. അരച്ചെടുത്തത് ഒഴിച്ചു കൊടുക്കുമ്പോൾ അതിൻ്റെ കൂടെ കുറച്ച് നല്ല ജീരകം കൂടി ചേർത്ത് കുറച്ച് തേങ്ങ ചിരവിയതും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ആക്കി കൊടുക്കണം. അപ്പോൾ അതിൻ്റെ മുമ്പായിട്ട് നമുക്ക് അതിലോട്ട് കുറച്ച് ഉപ്പും കുറച്ച് അപ്പക്കാരം കൂടി ചേർത്ത് കൊടുക്കണം, സോഡാ പൗഡർ. അപ്പോൾ അതും കൂടി ചേർത്ത് ഇതെല്ലാം കൂടി ചേർത്തിട്ട് വേണം കേട്ടോ കുഴച്ചെടുക്കാൻ. അപ്പോൾ അതിലോട്ട് ഞാൻ കുറച്ച് മൈദയും കൂടി ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതെല്ലാം കൂടി മിക്സ് ആക്കി കൊടുത്ത് അടുത്തതായിട്ട് നമുക്ക് എള്ളും കരിഞ്ചീരകം കേട്ടോ വേണ്ട. അപ്പോൾ അതും കൂടി ഇതിൻ്റെ കൂടെ ഇട്ട് കൊടുത്തിട്ട് നമുക്കിത് അടച്ച് വെക്കാം. ആ സമയം നമുക്ക് കുറച്ച് തേങ്ങാക്കൊത്ത് ഇതുപോലെ നെയ്യിലൊന്ന് വറുത്തെടുക്കണം കേട്ടോ. നന്നായിട്ട് വറുത്തെടുക്കുക. ഇത് ചൂടാറാനായിട്ട് വെച്ച് കൊടുക്കുക. ഇനി നമ്മളൊരു 2 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടാണ് ഇത് ഫ്രൈ ആക്കുന്നത്. അപ്പോൾ ആ ഒരു സമയം ഈ തേങ്ങാക്കൊത്തും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ആക്കി എടുക്കുക. ഇനി ചട്ടി ചൂടായി വരുമ്പോൾ അതിലോട്ട് നമുക്ക് ഓരോ തവിയായിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് അപ്പം ഇതുപോലെ ഇങ്ങനെ പൊങ്ങി വരുന്ന സമയത്ത് നമുക്ക് ഈ തവി കൊണ്ട് ഈ എണ്ണ ഇങ്ങനെ ഇതുപോലെ ഇങ്ങനെ കുറച്ചായിട്ട് ഒഴിച്ചു കൊടുക്കുക. ഇതുപോലെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക. വീണ്ടും നന്നായിട്ട് നല്ലൊരു ഗോൾഡൻ കളറിലേക്ക് കിട്ടുന്നത് വരെ മൊരിയിച്ചെടുക്കുക. വീണ്ടും മറിച്ചിടുക. ഈ ഒരു രീതിയിൽ ഉണ്ടാക്കുക. അപ്പോൾ ഇതുപോലെയുള്ള റെസിപ്പിക്ക് ചാനൽ ഫോളോ ചെയ്യണേ.